ഇറാനിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ലോസ് ഏഞ്ചൽസിലെ പോലീസാണ് ഇത്തരത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് US ആക്രമണം നടത്തിയപ്പോൾ മറുഭാഗത്തു നിന്നും US-ലുള്ള പോലീസ് ദുഃഖം സൂചിപ്പിച്ചത് ചില വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇറാനെ പിന്തുണയ്ക്കുകയും ട്രംപിനെ തള്ളിക്കളയുന്നതുമായ പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നും വ്യക്തമാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് അനുശോചനം അറിയിച്ചത്. ഞങ്ങളുടെ ഹൃദയം ഇറാനിലെ ബോംബ് ആക്രമണത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പമാണ്. വിദേശത്ത് നടന്ന ഈ ദുരന്തം ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ലോസ് ഏഞ്ചൽസിൽ ഇതു സംബന്ധിച്ച സുരക്ഷാ ഭീഷണികളൊന്നുമില്ല. എന്നിരുന്നാലും മുൻകരുതലുകൾ എന്ന നിലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രസ്താവന സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയുടെ നിലപാടിനെ എതിർക്കുകയാണെന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നു. അതേസമയം രാജ്യാന്തര വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് പകരം ലോസ് ഏഞ്ചൽസിലെ പ്രതിഷേധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പലരും സമൂഹ മാധ്യമത്തിലൂടെ ഉപദേശിച്ചത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം ജൂൺ 21-ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം US നഗരങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു. രാജ്യത്തുടനീളം കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ എന്നിവയുൾപ്പെടെ നിരവധി US നഗരങ്ങൾ സുരക്ഷാ ഉപദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. US സൈന്യം ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, ഫോർദോ, നദാൻസ് എന്നിവയിൽ ബോംബ് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉപദേശങ്ങൾ വന്നത്. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം നഗരത്തിലുടനീളമുള്ള മത, സാംസ്കാരിക, നയതന്ത്ര കേന്ദ്രങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ജാഗ്രത പാലിക്കുന്നതിനായി ന്യൂയോർക്ക് സിറ്റിയിലുടനീളമുള്ള മത, സാംസ്കാരിക, നയതന്ത്ര കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ അധിക വിഭവങ്ങൾ വിന്യസിക്കുകയും ഞങ്ങളുടെ ഫെഡറൽ പങ്കാളികളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടാകാവുന്ന ഏതെങ്കിലും പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ തുടർന്നും നിരീക്ഷിക്കുമെന്ന് NYPD പുറത്തിറക്കിയ ഉപദേശത്തിൽ വ്യക്തമാണ്. വാഷിംഗ്ടൺ DC-യിലെ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രസ്താവനയിൽ ഇറാനിലെ സംഭവ വികാസങ്ങൾ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിലെ താമസക്കാർ, ബിസിനസ്സുകാർ, സന്ദർശകർ എന്നിവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് വിവരങ്ങൾ പങ്കിടുന്നതിനും ഇന്റലിജൻസ് നിരീക്ഷണത്തിനും ഞങ്ങളുടെ പ്രാദേശിക, സംസ്ഥാന, ഫെഡറൽ നിയമനിർവഹണ പങ്കാളികളുമായി ഞങ്ങൾ സജീവമായി ഏകോപിപ്പിക്കുന്നു. ജില്ലയ്ക്ക് നിലവിൽ ഭീഷണികളൊന്നുമില്ല. എന്നിരുന്നാലും നഗരത്തിലുടനീളമുള്ള മതസ്ഥാപനങ്ങളിൽ MPD-യുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാനും നമ്മുടെ സമൂഹത്തെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് തുടരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ജാഗ്രതയോടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആരാധനാലയങ്ങൾ, സമൂഹ ഒത്തുചേരലിടങ്ങൾ തുടങ്ങിയവ സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ പൊതുസുരക്ഷയ്ക്കുള്ള ഭീഷണികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വസനീയമായ ഭീഷണികളൊന്നുമില്ല. അതിനാൽ അതീവ ജാഗ്രത പാലിക്കുന്നതായി ആരാധനാലയങ്ങൾ, കമ്മ്യൂണിറ്റി ഒത്തുചേരൽ സ്ഥലങ്ങൾ, മറ്റ് സെൻസിറ്റീവ് സ്ഥലങ്ങൾ എന്നിവയ്ക്ക് സമീപം LAPD പെട്രോളിംഗ് ശക്തമാക്കുകയാണ് എന്ന് ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് X-ലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ US സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്ന് ആഗോള നേതാക്കൾ രൂക്ഷമായും വ്യത്യസ്തമായും പ്രതികരിക്കുകയും ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ ചൊല്ലി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ധ്രുവീകരണ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ US വ്യോമസേന നടത്തിയ സൈനിക നടപടി ഉയർന്ന പ്രശംസയും ആഴത്തിലുള്ള ആശങ്കയും നേടിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ ഈ നീക്കത്തെ ചരിത്ര നിമിഷമെന്ന് പ്രശംസിച്ചു. മാത്രമല്ല, അഭിനന്ദനങ്ങൾ പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയുടെ അത്ഭുതകരവും നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രത്തെ മാറ്റിക്കുറിക്കും. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തിന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങൾ നിഷേധിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചതായി ചരിത്രം രേഖപ്പെടുത്തും. നെതന്യാഹു ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ ആഹ്ലാദിച്ചപ്പോൾ മറ്റ് ലോക നേതാക്കൾ കൂടുതൽ ആശങ്കയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഒരു പ്രസ്താവനയിൽ
ആക്രമണത്തെ ഗുരുതരമായ ഒരു വർധനവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഞാൻ അങ്ങേയറ്റം ആശങ്കാകുലനാണ്. ഇതിനകം തന്നെ ആശങ്കയുടെ വക്കിലുള്ള ഒരു മേഖലയിൽ ഇത് അപകടകരമായ ഒരു വർധനവാണ്. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണിത്. സൈനിക പരിഹാരമല്ല, മുന്നോട്ടുള്ള ഏകമാർഗം നയതന്ത്രമാണ്. ഏക പ്രതീക്ഷ സമാധാനമാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.